ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി. ഒരു സൗദി വുമൺ, അതായത് സൗദി പെൺകുട്ടിയെ വിവാഹം എങ്ങനെ കഴിക്കാം, അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഒരു സൗദി വുമണെ കെട്ടിയാലുള്ള അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന് പലരും എന്നോട് വോയിസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൗദി പെൺകുട്ടിയെ സാധാരണഗതിയിൽ വിവാഹം കഴിച്ചാൽ നമുക്കെന്തെല്ലാം, ഒരു വിദേശിക്കാണ് ഉദ്ദേശിക്കുന്നത്, ഒരു വിദേശി സൗദി പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ, അങ്ങനെ ഒരു സൗദി അറേബ്യൻ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങൾ, എന്തൊക്കെ ആനുകൂല്യങ്ങൾ സൗദി ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി വ്യക്തമായി കഴിഞ്ഞു. ഒരു സൗദി പെൺകുട്ടിയെ ഒരു വിദേശി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാവുന്ന സൗദി ഗവൺമെൻറ്റിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നതാണ്. അതിൻ്റെ ഗുണവശങ്ങളും പറയുന്നുണ്ട്, കിട്ടുന്ന ആനുകൂല്യങ്ങളും പറയുന്നുണ്ട്, പിന്നെ ദോഷഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് സ്പോൺസർ ഓഫ് ദി ഹസ്ബൻഡ് ആയിരിക്കും. അതായത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന സൗദി പെൺകുട്ടി ആയിരിക്കും നിങ്ങളുടെ കഫീൽ, അതായത് നിങ്ങളുടെ സ്പോൺസർ. അതായത് ഒരു ഗ്രീൻ കാർഡ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും. നിങ്ങളൊരു സൗദി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രീൻ കാർഡ്, സൗദി അറേബ്യയിൽ ദീർഘകാലം നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു ഗ്രീൻ കാർഡ് ഗവൺമെൻറ് അലോട്ട് ചെയ്ത് തരും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൗദി നാഷണാലിറ്റിയെ പോലെ തന്നെ, ഒരു സൗദിയിൽ ജീവിക്കുന്ന ഒരു നാഷണാലിറ്റിയെ പോലെ തന്നെ, സിറ്റിസനെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ്, എല്ലാ പരിഗണനയും കിട്ടുന്നതാണ്. ഏതുവരെയാണ്? നിങ്ങൾക്ക് മരണം വരെയും ആ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൗദി സിറ്റിസൺഷിപ്പല്ല, ഒരു ഗ്രീൻ കാർഡ് അതിന് തുല്യമായ, സൗദി സിറ്റിസൺഷിപ്പിന് തുല്യമായ ഒരു പരിഗണന, അതാണ് ഗ്രീൻ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ ലഭിക്കുമെന്ന് പറഞ്ഞു, മരണം വരെ നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾക്ക് അവിടെ മരണം വരെ താമസിക്കാം. മാത്രമല്ല, പിന്നെ ഉള്ളത് സൗദി പെൺകുട്ടിയായിട്ടുള്ള മാരേജ് സ്പോൺസർ ആണെന്ന് പറഞ്ഞല്ലോ, അതേ മറ്റുള്ള സ്പോൺസറെ പോലെ തന്നെ ഈ ഭാര്യയ്ക്ക്, സൗദി പെൺകുട്ടിക്ക് നിങ്ങളെ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫൈനൽ എക്സിറ്റ് അടിച്ച് നിങ്ങളെ വിടാം. അതോടുകൂടി ആ ബന്ധം തീരും. അതുവരേക്കും നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിദാഖാത്ത് ലോ എല്ലാവർക്കും ബാധകമാണ്. ഫോറിനേഴ്സിന് എല്ലാവർക്കും നിദാഖാത്ത് ലോ, എല്ലാവർക്കും അറിയാമല്ലോ നിദാഖാത്ത് ലോ എന്താണെന്നുള്ളത്. കാര്യം സൗദൈസേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി നാഷണാലിറ്റികളെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള എല്ലാ മേഖലകളിലും, അതായത് തൊഴിൽ മേഖലയിലെ എല്ലാ ഭാഗത്തും സൗദിവൽക്കരണം വരുന്നതോടുകൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊരു സൗദി വുമണെ വിവാഹം കഴിച്ച ആളാണെങ്കിൽ സൗദി നിങ്ങളെ പരിഗണിക്കുന്നത് ഒരു സൗദി നാഷണലിനെ പോലെ തന്നെ നിങ്ങൾക്ക് ആ നിദാഖാത്ത് ലോയിൽ നിന്ന് ഒഴിവുണ്ട്. നിങ്ങളെ പറഞ്ഞു വിടില്ല. നിങ്ങളെ പരിഗണിക്കുന്നത് ഒരു സൗദി സിറ്റിസനെ പോലെയാണ്. അതുകൊണ്ട് നിദാഖാത്ത് ലോ നിങ്ങൾക്ക് ബാധകമാവില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങളൊരു സൗദി വുമണെ കല്യാണം കഴിച്ചു, നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങണം. ചിലപ്പോൾ അവളുടെ ധാരാളം പണം ഉണ്ടായിരിക്കാം. നിങ്ങളവിടെ ഒരു ബിസിനസ്മാൻ ആകണം. നിങ്ങൾക്ക് അവിടെ ഒരു കച്ചവടത്തിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കച്ചവടം തുടങ്ങാം. ഏതുതരം ബിസിനസ് വേണമെങ്കിലും തുടങ്ങാം.
അതിന് യാതൊരുവിധ പ്രതിബന്ധങ്ങളില്ല. ഒരു വിദേശി അവിടെ ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ഒരുപാട് മിനിസ്ട്രീസിൽ കയറി ഇറങ്ങി അപ്രൂവൽ വാങ്ങിയാൽ മാത്രമേ ഈ പറഞ്ഞ ബിസിനസ് അവിടെ തുടങ്ങാം. പക്ഷേ ഒരു സൗദി വുമണെ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വക കടമ്പകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് അവളുടെ പേരിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. ആ സ്പോൺസർ എന്ന നിലയിൽ അവളുടെ പേരിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ട് ഒരു പേപ്പർ വർക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൗദി സിറ്റിസൺ എങ്ങനെയാണ് അവിടെ ബിസിനസ് തുടങ്ങുന്നത് അതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കും മരണം വരെ. അതുപോലെ തന്നെ ഇക്കാമയിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് വളരെയധികം ഉയർന്നൊരു സ്റ്റാറ്റസാണ്. സ്പൗസ് ഓഫ് സിറ്റിസൺ എന്നായിരിക്കും നിങ്ങളുടെ ഓക്യുപ്പേഷൻ കോളത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. ആ ഒരു സ്പൗസ് ഓഫ് സിറ്റിസൺ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫഷൻ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാര്യം ഭാര്യ, സൗദിയിലെ പെൺകുട്ടിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇക്കാമയിൽ മുന്തിയ പരിഗണനയാണ്. അപ്പോൾ അത് നിങ്ങളെ ശരിക്കും സൗദി സിറ്റിസനെ പോലെ തന്നെ അവർ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കോളത്തിൽ ഇത് കണ്ടേ. അപ്പോൾ ഇക്കാമയിൽ അത് സ്പൗസ് ഓഫ് സിറ്റിസൺ ആയിരിക്കും ഓക്യുപ്പേഷൻ കോളത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ വിദേശികൾക്ക് ഇപ്പോൾ അവരുടെ ഭാര്യയെ കൊണ്ടുവരാനും മക്കളെ കൊണ്ടുവരാനൊക്കെ ഒരുപാട് ചിലവുണ്ട്. അതായത് മാസം 400 വെച്ച് ഇപ്പോൾ ഒരു ഭാര്യയെ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിന്ന് ഈ സൗദിയിൽ തൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 400 റിയാൽ മാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സൗദി നിയമം. ഡിപ്പെൻഡൻറ്റ് ഫീ എന്ന് പറയുന്നത്. ആ ഡിപ്പെൻഡൻറ്റ് ഫീ ഒഴിവായി കിട്ടും. നിങ്ങൾക്ക് ആ ഡിപ്പെൻഡൻറ്റ് ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഈ ആശ്രിതർക്കുള്ള നിങ്ങളുടെ കുട്ടികൾ ജനിച്ചാലും ആ കുട്ടികൾക്ക് നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് ഫീ നൽകേണ്ടതില്ല ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഈ നമ്മൾ ഇക്കാമ എടുക്കുമ്പോൾ ഒരു ലേബർ ഫീസ്, മിനിസ്ട്രി ഓഫ് ലേബറിലെ ഒരു ലേബർ ഫീസ് വർഷം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് സാധാരണ സ്പോൺസേഴ്സാണ് അത് അടയ്ക്കുന്നത്. എങ്കിലും ഇവിടെ ആ ഫീ ഒഴിവായി കിട്ടും. കാര്യം ഈ ഇക്കാമ പുതുക്കുമ്പോൾ അങ്ങനെ ഒരു ഫീസ് കൊടുക്കണ്ടേ. ഇപ്പോൾ ഏകദേശം വർഷത്തിൽ 9600 റിയാലാണ് ഇങ്ങനെ ഒരു ഫീ, ഇക്കാമ പുതുക്കാനും മറ്റുള്ള ഫീ ആയിട്ട് സൗദി ഗവൺമെൻറ് ഈടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബെനഫിറ്റായിട്ട് കിട്ടുന്നത്. കാര്യം പിന്നെ സൗദി സിറ്റിസൺ എന്ന പോലെ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സൗദി സിറ്റിസൺ ആകില്ല. എങ്കിലും നിങ്ങൾക്ക് സൗദി സിറ്റിസൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും അവിടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കടന്ന് എല്ലാം എവിടെ വേണമെങ്കിലും പോകാം. ഈ ഒരു അക്കാമയുടെ സ്റ്റാറ്റസ് സ്പൗസ് സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൗദികൾക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകാം. ഏതൊക്കെ രാജ്യങ്ങളിൽ വേണമെങ്കിലും പോകാം. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സൗദി സിറ്റിസനെ പോലെ തന്നെ നിങ്ങളെ പരിഗണിച്ചാണ് അവിടെ കൊണ്ടുനടക്കുന്നത്. അതുപോലെ ഇതിലെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സൗദി സിറ്റിസൺഷിപ്പ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സൗദി സിറ്റിസൺഷിപ്പ് കിട്ടില്ല. അവിടുത്തെ സൗദി സിറ്റിസൺ നിയമം അനുസരിച്ച് യൂറോപ്പിൽ അതേ നിയമം തന്നെയാണ്. യൂറോപ്പിൽ പോയാൽ അവിടുത്തെ നാഷണാലിറ്റി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. എന്നപോലെ തന്നെയാണ് സൗദിയിലെ നിയമവും. നിങ്ങൾക്ക് അവിടുത്തെ സിറ്റിസൺ ആകാൻ പറ്റില്ല. അതൊരിക്കലും അവരാക്കില്ല. മരണം വരെ എനിക്ക് അവിടെ ഒരു സൗദി സിറ്റിസനെ പോലെ ജീവിക്കാം എന്നുള്ളതാണ് ഇതിലുള്ള കൗതുകം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി, ഇപ്പോൾ സൗദി പെൺകുട്ടികൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും സിറ്റിസൺഷിപ്പ് ലഭിക്കില്ല. അവരും വിദേശിയായിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ. പക്ഷേ സൗദി സിറ്റിസനെ പോലെ ആയിരിക്കും ആ കുട്ടികൾക്ക് കിട്ടുന്ന സ്റ്റാറ്റസ്, ഗ്രീൻ കാർഡ് സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇങ്ങനെയുള്ള 6ഓളം ബെനഫിറ്റുകൾ നിങ്ങൾക്ക് ഒരു സൗദി പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ലഭിക്കും. അവിടുത്തെ സൗദി സിറ്റിസനെ പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാം. എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു പെൺകുട്ടിയെ, സൗദി പെൺകുട്ടിയെ എങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിക്കും, പ്രണയിച്ചും പ്രണയിക്കാതെയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിവാഹം കഴിക്കാമെന്നുള്ള അതിനുള്ള നിയമവശങ്ങൾ, ആ വിവാഹത്തിൻ്റെ നിയമവശങ്ങൾ, എങ്ങനെ വിവാഹം കഴിക്കാമെന്നുള്ള അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ എന്താണ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. സൗദി പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട നിയമവശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല
പ്രണയമായിട്ട് വല്ലതും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അപ്രൂവൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം കഴിക്കാനുള്ള അപ്രൂവൽ ഉണ്ടായിരിക്കണം. ആ പെൺകുട്ടിയുടെ വീട്ടുകാരും കൂടി ഉദ്ദേശിച്ചാൽ മാത്രമേ, അവർക്കും കൂടി സമ്മതമാണെങ്കിൽ മാത്രമേ സാധാരണ അവധികളിൽ സൗദി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഗവൺമെൻറ് അനുവദിക്കുകയുള്ളൂ. അതിന് കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, അത് കേൾക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറ്റേ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പറയുന്ന കമൻറ്റുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കമൻറ്റിലൂടെ സംശയങ്ങൾ മുഴുവൻ എനിക്ക് പരിഹരിച്ച് കൊടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലാന്നെങ്കിൽ അതിന് മാത്രം കമൻറ്റുകൾ എനിക്ക് എൻ്റെ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിലും കമൻറ്റുകൾ വരുന്നുണ്ട്. എൻ്റെ ഫോണിലും ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോൺ നമ്പർ വെക്കാത്തത്. കാര്യം ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു ലോയറാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണ ഒരു ലോയറാണ്. അപ്പോൾ എനിക്കതിൻ്റേതായ സമയപരിധികൾ ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്ന കാര്യം. ആരും അതിൽ എന്നോട് വൈരാഗ്യം തോന്നരുത്, വൈരാഗ്യബുദ്ധി വെക്കരുത്. ഞാൻ സമയം കിട്ടുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. സമയം ചിലപ്പോൾ കിട്ടില്ല, കണ്ടില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്മ പറ്റുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ബൈ.